നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ് ന്യൂട്ടൺസ് ഫോർമുല. എന്താണ് ന്യൂട്ടൺസ് ഫോർമുല? നമ്മൾ എവിടെ പഠിച്ചതാണ്? മിററിൽ പഠിച്ചതാണ്. സെയിം ഫോർമുലയാണ്, സെയിം കോൺസെപ്റ്റ് ആണ്. നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ ഞാൻ എടുക്കുന്നു ഒരു കോൺവെക്സ് ലെൻസ്. ഇതാണ് നമ്മളുടെ പ്രിൻസിപ്പൽ ആക്സിസ്. മക്കളെ, ഈ ഒരു ലെൻസിനാണെങ്കിൽ ഒരു ഫോക്കസ് ഉണ്ട്. ഇവിടെ മാത്രമാണോ ഫോക്കസ്? അല്ല, ഇവിടെയും ഫോക്കസ് ഉണ്ട്. മക്കളെ, ഈ ഫോക്കസിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ് സൈഡിലുള്ള ഫോക്കസ് ആണ് ഒബ്ജക്റ്റ് ഫോക്കസ്. ഇമേജ് സൈഡിലുള്ള ഫോക്കസ് ആണ് ഇമേജ് ഫോക്കസ്. ഓക്കെ ആണോ? ഇത് പ്രൈമറി ഫോക്കസ് എന്ന് പറയാറുണ്ട്, ഇതിന് സെക്കൻഡറി ഫോക്കസ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഫോക്കസ്, അല്ലെങ്കിൽ ഇത് ഇമേജ് ഫോക്കസ്. ശരി മക്കളെ, ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവെക്കാൻ പോവാണ്. എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവച്ചു. മക്കളെ, ഈ പ്രൈമറി ഫോക്കസിൽ നിന്നും, ഇവിടുന്ന് പ്രൈമറി ഫോക്കസിൽ നിന്നും, എന്താണ് ഫസ്റ്റ് ഫോക്കസ്, അതായത് ഒബ്ജക്റ്റ് ഫോക്കസ്. അപ്പം ഒബ്ജക്റ്റ് ഫോക്കസിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള അകലം, ഈ അകലത്തിനെ വിളിക്കുന്ന പേരാണ് ഈ അകലം. ഇതാണ് x1 അല്ലെങ്കിൽ XO എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റിലേക്കുള്ള അകലം XO. മക്കളെ, സെക്കൻഡറി ഫോക്കസിൽ നിന്നും ഞാൻ പറയുകയാണ് ഇതിൻ്റെ ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ഇവിടെ ഫോം ചെയ്യും. ശരിയാണോ? ഞാൻ ഈ വരച്ച ശരിയാണോ? ഒബ്ജക്റ്റിന് മുന്നേയാണ്, ഫോക്കസിന് മുന്നേയാണ് ആരെ വെക്കുന്നത്? നമ്മളുടെ ഒബ്ജക്റ്റ് വെക്കുന്നത്. സോ യുവിൻ്റെ വാല്യൂ എഫിനേക്കാളും വലുതാണ്. ഇതാണ് എഫ് എന്ന് പറയുന്നത്. എഫിനേക്കാളും വലുതാണ് യുവിൻ്റെ വാല്യൂ. അതായത് ഈ ഒബ്ജക്റ്റ് എവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? 2Fനും എഫിനും ഇടയിലാണ്. സോ ഇമേജ് എവിടെ ഫോം ചെയ്യേണ്ടേ? എഫിനും അപ്പുറത്താണ് ഇമേജ് ഫോം ചെയ്യേണ്ടത്. ശരിയല്ലേ മക്കളെ? സോ ഇവിടെയാണ് ഇമേജ് ഫോർമേഷൻ. സോ ഇത് ഇമേജ് ആണ്. ഇമേജ് മക്കളെ, ഇമേജ് ഫോക്കസിൽ നിന്നും, ഇത് ഇമേജ് ഫോക്കസ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി ഫോക്കസ് ആണ്. സെക്കൻഡറി ഫോക്കസിൽ നിന്നും ഇമേജിലേക്കുള്ള ഈ അകലത്തിനെ വിളിക്കുന്ന പേരാണ്, ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഇമേജ്, അതായത് XI എന്ന് പറയും. ഇത്രയും മനസ്സിലായോ? സിമ്പിൾ മക്കളെ. ഇതാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? ഇത് ഫോക്കൽ ലെങ്ത് ആണ്, ഇതാണ് ഫോക്കൽ ലെങ്ത്. നമുക്കറിയാം ഈ രണ്ട് ഫോക്കൽ ലെങ്ത് സെയിം ആണ്. ശരി, അപ്പം ന്യൂട്ടൺ പറഞ്ഞിങ്ങനെയാണ് -F². ഈ മൈനസ് സൈൻ നമുക്ക് അവസാനം പറയാം. F² വിച്ച് ഈസ് ഈക്വൽ ടു XI × XO. ഇത് ഏത് ഇക്വേഷനാണ്? ഇതാണ് ന്യൂട്ടൺസ് ഫോർമുല. ശരിയാണോ? ഇതെന്താണ്? ന്യൂട്ടൺസ് ഫോർമുലയാണ്. ഇത് എവിടെ പഠിച്ചാൽ? നമ്മൾ മിററിൽ പഠിച്ചതാണ്. മക്കളെ, ലെൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മൈനസ് സൈനോടെ കൊടുക്കണം. ലെൻസിലേക്ക് വരുമ്പോൾ ഒരു മൈനസ് സൈനോടെ കൊടുക്കണം. സൈൻ കൺവെൻഷൻ അനുസരിച്ചാണെങ്കിൽ നോക്കൂ മക്കളെ, ഈ ഫോക്കസ് എന്താണ്? നെഗറ്റീവാണ്. ഈ ലെങ്ത് എന്താണ്? അത് നെഗറ്റീവാണ്. കാര്യം ലൈറ്റ് ഇങ്ങനെ വരുന്നത്, ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്. ഇത് പോസിറ്റീവാണ്, ഇതും പോസിറ്റീവാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? ഒരു മൈനസ് സൈൻ കൊടുക്കും. ഓക്കെ ആണോ? ശരി മക്കളെ, അങ്ങനെയെങ്കിൽ പറഞ്ഞേ മാഗ്നിഫിക്കേഷൻ പറഞ്ഞേ. മാഗ്നിഫിക്കേഷൻ എങ്ങനെ പറയും? മാഗ്നിഫിക്കേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു V/U ആണ്. ശരിയാണോ? റിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ യുവിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. വിർച്വൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ യുവിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, നമുക്കറിയാം. ശരി, ഇനി മക്കളെ V എന്താണ്? V വിച്ച് ഈസ് ഈക്വൽ ടു പോളിൽ നിന്നും, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നും എങ്ങോട്ടുള്ള അകലമാണ്? ഇമേജിലേക്കുള്ള അകലമാണ്. അതായത് വിക്ക് പകരം പറയാം F + XI. പറയാമോ? F + XI. യുവിന് പകരം പറയാം U വിച്ച് ഈസ് ഈക്വൽ ടു F + XO. പറഞ്ഞൂടെ മക്കളെ? അതൊക്കെ സൈൻ കൺവെൻഷൻ ചേർത്ത് പറയണം കേട്ടോ. ഇതെല്ലാം എന്ത് ചെയ്യണം? ഏത് ഇക്വേഷൻ ആയാലും സൈൻ കൺവെൻഷൻ ചേർത്ത് പറയേണ്ടി വരും. ഏത് ഇക്വേഷൻ ആയാലും. മാഗ്നിഫിക്കേഷൻ എങ്ങനെ പറയാം? മാഗ്നിഫിക്കേഷൻ M വിച്ച് ഈസ് ഈക്വൽ ടു വിക്ക് പകരം പറയണം F + XI ഡിവൈഡ് ബൈ യുവിന് പകരം പറയണം F + XO. പറഞ്ഞൂടെ മക്കളെ? പറയാം. അപ്പോൾ ന്യൂട്ടൺസ് ഫോർമുല എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യനിൽ പറയും ഫോക്കസിൽ നിന്നുമുള്ള അകലം പറയും. അപ്പോൾ ക്വസ്റ്റ്യനിൽ എടുത്തു പറയും ഫോക്കസിൽ നിന്നും ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണ്. ഫോക്കസിൽ നിന്നും, സെക്കൻഡറി ഫോക്കസിൽ നിന്നും, അല്ലെങ്കിൽ ഇമേജ് ഫോക്കസിൽ നിന്നും ഇമേജ് ഇരിക്കുന്നത് ഇത്രയും അകലെയാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ എല്ലാ ഡിസ്റ്റൻസ് പറയുന്നത് എങ്ങനെയാണ്? ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്നാണ്. പക്ഷേ ഫോക്കസിൽ നിന്ന് ഒരു കാര്യം പറയുകയാണ്, ഒരു ഡിസ്റ്റൻസ് ഫോക്കസിൽ നിന്ന് എടുത്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ന്യൂട്ടൺസ് ഫോർമുല യൂസ് ചെയ്യും. നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ മക്കളെ, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ കോൺവെക്സ് ലെൻസ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 25 cm ഫ്രം ഇറ്റ്സ് പ്രൈമറി ഫോക്കസ്. നോക്കൂ മക്കളെ, ഇതാണ് നമ്മളുടെ പ്രൈമറി ഫോക്കസ്.
ഇവിടെ നിന്നും എത്ര അകലെയാണ്? 25 സെൻറ്റിമീറ്ററിൽ ആര് വെച്ചിരിക്കുകയാണ്? ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്ര മക്കളെ? 25 സെൻറ്റിമീറ്റർ. സോ എക്സ് ഒ എന്ന് പറയണത് അല്ലേ, ഒബ്ജക്റ്റിലേക്കുള്ള അകലം എക്സ് ഒ എന്ന് പറയണത് എന്താണ്? ലൈറ്റ് ഇങ്ങനെ വരുന്നത്, ഇത് -25 എന്ന് പറയും. ശരിയാണോ? അതുപോലെ ഇമേജ് ഫോംഡ് 40 സെൻറ്റിമീറ്റർ ഫ്രം ഇറ്റ്സ് സെക്കൻഡറി ഫോക്കസ്. മക്കളെ സെക്കൻഡറി ഫോക്കസിൽ നിന്നും ഇമേജ് എവിടെ ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. സെക്കൻഡറി ഫോക്കസിൽ നിന്നും 40 സെൻറ്റിമീറ്റർ ആണ്. ശരിയാണോ? 40 സെൻറ്റിമീറ്റർ ആണ്. സോ പറഞ്ഞേ എക്സ് ഇമേജ് ഫോക്കസിൽ നിന്നും ഇങ്ങോട്ടുള്ള അകലം നോക്കുക മക്കളെ, ലൈറ്റിൻ്റെ സെയിം ഡയറക്ഷൻ അളക്കുന്നത്. സോ പോസിറ്റീവാണ് 40 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എം വിച്ച് ഈസ് ഈക്വൽ ടു വി ബൈ യു ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഈ ഫുൾ ഡിസ്റ്റൻസ് ആണ്. അതായത് നമ്മളുടെ എഫ് പ്ലസ് ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇത് ഫുള്ളും വി ആണ്. എക്സ് ഐ ആണ്. ഡിവൈഡ് ബൈ യു എന്താണ്? എഫ് പ്ലസ് എക്സ് ഒ ആണ്. അപ്പോൾ എഫ് വേണ്ടേ? എഫ് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എന്തായിരുന്നു എഫിൻ്റെ? എഫ് വിച്ച് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു x1 അല്ലെങ്കിൽ എക്സ് ഐ ഇൻറ്റു എക്സ് ഒ. ഇവിടെ എന്ത് വേണം? ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. എന്തിനാണ്? നമുക്ക് സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഒരു നെഗറ്റീവ് സൈൻ ലെൻസിൽ വരും. മനസ്സിലായോ? സോ പറഞ്ഞ മക്കളെ -f സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഐ. എക്സ് ഐ എങ്ങനെയാണ്? എക്സ് ഐ എന്താണ്? -25 ഇൻറ്റു എക്സ് ഒ. സോറി എക്സ് ഐ എന്താണ്? 40 ആണ് അല്ലേ? എക്സ് ഐ 40. എക്സ് ഐ 40 ഇൻറ്റു എക്സ് ഒ എന്താണ്? -25. സോ ഈ മൈനസും മൈനസും പോയി എഫ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 40 ഇൻറ്റു 25 1000 എന്ന് കിട്ടും. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു √1000 വിച്ച് ഈസ് ഈക്വൽ ടു 10 √10. റൂട്ട് എത്ര മക്കളെ? 3. സോ 10 ഇൻറ്റു 3.11 എന്ന് വരും അല്ലേ? 3.11 ഏകദേശം ഓൾമോസ്റ്റ്. സോ എഫ് വിച്ച് ഈസ് ഈക്വൽ ടു 31.1 സെൻറ്റിമീറ്റർ. ആരെ കിട്ടി? എഫിനെ കിട്ടി. സോ മാഗ്നിഫിക്കേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു വി. വി എന്താ മക്കളെ? വി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നോക്ക് ഇക്വേഷൻ എല്ലാം സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. പറഞ്ഞേ വാല്യൂ പറഞ്ഞേ, വിൻ്റെ വാല്യൂ പറഞ്ഞേ. എഫിൻ്റെ വാല്യൂ എത്ര? 31.1 പ്ലസ് എക്സ് ഐ എത്രയാണ്? 40 ഡിവൈഡ് ബൈ ഇനി യു എന്താ മക്കളെ? ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള അകലമാണ്. സോ ലൈറ്റിന് ഓപ്പോസിറ്റ് അളക്കുന്നത് ബ്രാക്കറ്റിൽ നമ്മൾ പറയും നെഗറ്റീവ്. ഇനി ഈ ഡിസ്റ്റൻസ് എത്രയാണ് മക്കളെ? ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇത് 25 ആണ്. എത്രയാണ്? ഇത് എഫ് ആണ്. എത്രയാണ്? 31.1 പ്ലസ് 25. മനസ്സിലായോ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ കുഞ്ഞി ക്വസ്റ്റ്യൻ. അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കൂ മക്കളെ. അടുത്ത കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക മക്കളെ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ലെൻസ് ഉണ്ട്. എന്ത് ലെൻസും ആയിക്കോട്ടെ, ഞാനിവിടെ തൽക്കാലം എടുത്തിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. മക്കളെ നമുക്കറിയാം കോൺവെക്സ് ലെൻസിന് 2 ഫോക്കസ് ഉണ്ട്. ഇതൊരു ഫോക്കസ് ആണ്. ഇതാണ് ഒബ്ജക്റ്റ് ഫോക്കസ്. ഇത് മറ്റൊരു ഫോക്കസ് ആണ്. അതാണ് ഇമേജ് ഫോക്കസ്. ശരിയാണോ? ശരി മക്കളെ, ഞാനിവിടെ കുറച്ച് പാരൽ ലൈറ്റ്സ് കൊണ്ടുവരാൻ പോകുന്നത്. പാരൽ ലൈറ്റ് ബീംസ് ആണ് കേട്ടോ. പാരൽ ലൈറ്റ് ബീംസ് ആണ്. സോ ഈ പാരൽ ലൈറ്റ് ബീംസ് ആണെങ്കിൽ റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും മക്കളെ? നിങ്ങൾ പറയും സാർ ഈ ഫോക്കസിലൂടെ ഇമേജ് ഫോക്കസിലൂടെ കടന്നു പോകും. റിഫ്രാക്ഷന് ശേഷം അത് ഇമേജ് ഫോക്കസിലൂടെ കടന്നു പോകും. ശരിയല്ലേ മക്കളെ? നമുക്കറിയാം. ശരി, ഈ കാര്യം നമുക്ക് അറിയാം. സോ പാരൽ ലൈറ്റ് ബീംസ് ഇമേജ് ഫോക്കസിലൂടെ കടന്നു പോകും. മക്കളെ അങ്ങനെ ഞാൻ തിരിച്ചു പറഞ്ഞോട്ടെ? തിരിച്ചു പറയാൻ പോവുകയാണ്. വീണ്ടും ഞാനാണെങ്കിൽ സെയിം ലെൻസ് എടുക്കാൻ പോവുകയാണ്. സെയിം ലെൻസ്. സോ എനിക്കറിയാം പാരൽ ലൈറ്റ് ബീംസ് എന്ത് ചെയ്യും? ഇത്രയും ദൂരത്തെ ആണെങ്കിൽ ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ട്. പാരൽ ലൈറ്റ് ബീംസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലെൻസിൽ നിന്നും ഇത്രയും അകലെയാണെങ്കിൽ അത് ഫോക്കസ് ചെയ്യും. സോ ഞാനാണെങ്കിൽ ലെൻസിൽ നിന്നും അത്രയും അകലെടുക്കാൻ പോവുകയാണ്. ലെൻസിൽ നിന്നും അത്രയും അകലുള്ള ദൂരമായ ഫോക്കസിനെ ഞാൻ എടുത്തു.
മക്കളെ ഞാൻ ഈ ഫോക്കസിലാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് വെക്കാൻ പോവുകയാണ്. ഉണ്ടോ? ഒരു ലൂമിനസ് ഒബ്ജക്റ്റ് വെക്കാൻ പോവുകയാണ്. ഒരു ഒബ്ജക്റ്റ്, അതിന് പ്രകാശം പുറത്ത് വരുന്ന ഒരു ഒബ്ജക്റ്റ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് ബീംസ് പുറത്ത് വരും. ശരിയാണോ? ലൈറ്റ് ബീംസ് പുറത്ത് വരും. മക്കളെ ഈ ലൈറ്റ് ബീംസ് ആണെങ്കിൽ പറഞ്ഞ് റിഫ്രാക്ഷന് ശേഷം എങ്ങനെ പോകണം? ആ ഫോക്കസിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ റിഫ്രാക്ഷന് ശേഷം അവ എങ്ങനെ പോകണം? അത് പാരലായിട്ട് പോകണം. സോ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്ഷന് ശേഷം എന്ത് ചെയ്യും മക്കളെ? അത് പാരലായിട്ട് പോകും. അതുകൊണ്ട് ഈ ഫോക്കസിനെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഇത് ഒബ്ജക്റ്റിൽ ഫോം ചെയ്ത് ഇവിടെ ഒബ്ജക്റ്റിൽ വെച്ചത് ഒബ്ജക്റ്റ് ഫോക്കസ്. സോ ഒബ്ജക്റ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് റേ എന്ത് ചെയ്യും? റിഫ്രാക്ഷന് ശേഷം പാരലായി കടന്നു പോകും. ഈ കാര്യം മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റ്. ഇനി എന്താണ് ഇമേജ് ഫോക്കസ്? പാരലായി കുറച്ച് ലൈറ്റ് ബീംസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൺവേർജ് ചെയ്ത് ഇമേജ് ഉണ്ടാക്കും ഇവിടെ. ശരിയാണോ? ഇമേജ് ഉണ്ടാക്കും. ആ ഫോക്കസിനെ വിളിക്കുന്ന പേരാണ് ഇമേജ് ഫോക്കസ്. നമ്മളിപ്പം കേട്ടതേ ഉള്ളൂ അല്ലേ? ഇമേജ് ഫോക്കസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഫോക്കസ് ഉണ്ട്. ആ പേര് വന്നത് അങ്ങനെ മനസ്സിലായോ? അപ്പം ഒബ്ജക്റ്റ് ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് എങ്ങനെയാണ് പോകുന്നത്? പാരലായിട്ട് പോകും. ഇമേജ് ഫോക്കസ് നമ്മൾ ലൈറ്റ് വെച്ചാൽ ഇമേജ് വരുന്ന ലൈറ്റ് അങ്ങനെ പാരലായിട്ട് വരുന്ന ലൈറ്റ് ബീംസ് ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? കൺവേർട്ട് ചെയ്ത് ഇമേജ് ഫോക്കസിൽ അപ്പിയർ ചെയ്യും. കണ്ടോ? അവിടെ ഇമേജ് ഉണ്ടാക്കും. ഈ കാര്യം മനസ്സിലായോ? സോ എല്ലാ പാരലൈറ്റ് ബീംസും ഇമേജ് ഫോക്കസിലാണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ? കൺവേർട്ട് ചെയ്യും. എല്ലാ ഒബ്ജക്റ്റിൽ വരുന്ന ലൈറ്റ് ബീംസും ആണെങ്കിൽ നോക്കുക, ആ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കണ്ടേ? ഒബ്ജക്റ്റ് ഫോക്കസിലായിരിക്കുന്നതെങ്കിൽ ആ ലൈറ്റ് ബീംസ് എല്ലാം എന്ത് ചെയ്യും? റിഫ്രാക്ഷൻ ശേഷം പാരലായിട്ട് കടന്നു പോകും. മക്കളെ ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും 2 തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെയാണെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഇവിടെ മറ്റൊരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. പാരലൽ ലൈറ്റ് ബീംസ് വരാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, പാരലൽ ലൈറ്റ് ബീംസ് വരാൻ പോവുകയാണ്. ഇവിടെ ഉറപ്പായിട്ട് റിഫ്രാക്ട് ചെയ്യും. എന്ത് ചെയ്യും മക്കളെ? റിഫ്രാക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? ഇതാണെങ്കിൽ കൺവേർജ് ചെയ്യും. ഇവിടെ കൺവേർജ് ചെയ്യും, ആ ഇമേജ് ഫോക്കസിൽ കൺവേർജ് ചെയ്യും. ഈ ലൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു ഇമേജിനെ ആണെങ്കിൽ ഈ ലെൻസ് എങ്ങനെ കാണുന്നത്? ഒരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യും മക്കളെ? ലൈറ്റ് പുറത്ത് വരും. ലൈറ്റ് പുറത്ത് വരും. ഈ ലൈറ്റ് പാരലായിട്ട് തന്നെ പോകണമെങ്കിൽ എങ്ങനെ പോകണമെങ്കിൽ ഈ ദൂരം എത്രയാണ്? ഈ ഡിയുടെ ദൂരം എത്രയായിരിക്കും മക്കളെ? ഇതാണെങ്കിൽ കൺവേർജ് ചെയ്ത് ഇവിടെ എത്തി. ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരെന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് ഈ ലെൻസിൻ്റെ, ഇത് ഫസ്റ്റ് ലെൻസ് ആണ്, ഇത് സെക്കൻഡ് ലെൻസ് ആണ്, ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. മക്കളെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശമാണെങ്കിൽ പാരലായി കടന്നു പോകണമെങ്കിൽ ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ ഈ ലെൻസിൻ്റെ ഫോക്കസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ലെങ്ത് എന്താ മക്കളെ? അത് ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. മനസ്സിലായോ? നോക്ക്, പാരലായിട്ട് വരുന്ന ലൈറ്റ് ബീംസ് എവിടെ കൺവേർജ് ചെയ്യുന്നത്? ഈ ലെൻസിൻ്റെ ഫോക്കസിലാണ്. പാരലായിട്ട് വരുന്ന ലൈറ്റ് ബീംസ് എവിടെ കൺവേർജ് ചെയ്യുന്നത്? ഈ ലെൻസിൻ്റെ ഫോക്കസിലാണ്. സോ ഇതാണ് ആ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്. ഇനി ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൽ വരുന്ന ലൈറ്റ് ആണെങ്കിൽ പാരലായിട്ട് കടന്നു പോകണമെങ്കിൽ ആ ഒബ്ജക്റ്റ് എവിടെ വെക്കണ്ടേ? ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിലാണ്. സോ ഇവിടെ വരുന്ന ലൈറ്റ് ബീംസ് എല്ലാം പാരലായിട്ട് പോകണമെങ്കിൽ ഇതെവിടെ ഇരിക്കണ്ടേ? ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിലാണ്. സോ ഈ ഡിസ്റ്റൻസ് F1 ആണെങ്കിൽ, അതായത് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ്. സോ നമുക്ക് പറയാം D which is equal to F1 plus F2. ശരിയാണോ മക്കളെ? D which is equal to F1 plus F2. മക്കളെ രണ്ട് തവണ ഈ സെയിം കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്താണെങ്കിൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ F1ഉം F2 എടുക്കുമ്പം യൂസ് സൈൻ കൺവെൻഷൻ. ഓക്കെ, സൈൻ കൺവെൻഷൻ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ ആദ്യമേ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്ക്, ക്വസ്റ്റ്യൻ നോക്കേ, ഇവിടെ തന്നെ പറയാമല്ലോ. നോക്ക് മക്കളെ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഇത് അടുത്ത കോൺവെക്സ് ലെൻസ് ആണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 20 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ, ഈ ഡിസ്റ്റൻസ് പറഞ്ഞേ മക്കളെ, ഇവിടുന്ന് വരുന്ന ലൈറ്റ് റിഫ്രാക്ഷന് ശേഷവും
പാരലായിട്ട് കടന്നു പോകണമെങ്കിൽ എത്ര ഡിസ്റ്റൻസ് വെക്കണം? നിങ്ങൾ പറയും സാർ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് +20 ആണ്, കാര്യം ഇത് കോൺവെക്സ് ആണ്. ഇതിൻ്റെ എത്രയാണ്? +20 ആണ്, കാര്യം കോൺവെക്സ് ആണ്. സോ ഡി വിച്ച് ഈസ് ഈക്വൽ ടു +20 + 10. ശരിയാണോ? നമുക്ക് കിട്ടും +30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചാൽ നമ്മുടെ ഈ കോൺവെക്സ് ലെൻസിൽ നിന്നും വരുന്ന റിഫ്രാക്റ്റഡ് റേ ഇവിടെ എത്തുകയും പാരലായിട്ട് കടന്നു പോവുകയും ചെയ്യും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോടാ? ശരി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. നോക്കൂ മക്കളെ, ഇത് നീറ്റ് 2021 ക്വസ്റ്റ്യൻ ആട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതുപോലെ ആണെങ്കിൽ ഒരു കോൺകേവ് ലെൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. പാരലൽ ബീംസ് വരികയാണ്, റിഫ്രാക്ഷൻ നടത്തി അതിന് ശേഷവും ഇതിലൂടെ കടന്നുപോയതിന് ശേഷവും പാരലായിട്ട് മൂവ് ചെയ്യുന്നെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ പറയും ഡിസ്റ്റൻസ് ഇക്വേഷൻ പറഞ്ഞ് ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു F1 + F2. ഡി വിച്ച് ഈസ് ഈക്വൽ ടു F1 എന്താണ് മക്കളെ? അത് പ്ലസ് ആണ്, കാര്യം കോൺവെക്സ് ആണ്. +20 പ്ലസ് എന്താണ്? കോൺകേവ് ആണ്, സോ -5. എത്ര കിട്ടും മക്കളെ? +15 സെൻറ്റിമീറ്റർ. സോ ആൻസർ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ, കുഞ്ഞി ക്വസ്റ്റ്യൻ. ശരി, നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. അടുത്ത കോൺസെപ്റ്റ് നോക്കൂ മക്കളെ. അടുത്ത കോൺസെപ്റ്റ് ഇതാണ്. നമ്മളുടെ ഒരു ലെൻസ്, ഈ ലെൻസിലാണെങ്കിൽ ഞാൻ ഒബ്ജക്റ്റ് കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ ഇത് F ആണ്, ഇത് 2F ആണ്, അങ്ങോട്ട് ഇൻഫിനിറ്റി ആണ്. ഇത് F ആണ്, ഇത് 2F ആണ്, അങ്ങോട്ട് ഇൻഫിനിറ്റി ആണ്. സോ മക്കളെ, ഞാൻ ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവെക്കാൻ പോവുകയാണ്. നമുക്ക് ഓരോ കളർ വരയ്ക്കാം. ഒബ്ജക്റ്റ് ഇവിടെ കൊണ്ടുവച്ചു ഉണ്ടോ? എന്താണ്? ഒബ്ജക്റ്റ് ആണ്. സോ ഞാൻ ഒബ്ജക്റ്റ് 1 കൊണ്ടുവച്ചു. മക്കളെ പറഞ്ഞ് ഇമേജ് എവിടെ ഫോം ചെയ്യും? നമുക്ക് ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ശരിയാണോ? ഇവിടെ ഫോം ചെയ്യും. F-നും 2F-നും ഇടയിൽ ഫോം ചെയ്യും ഇമേജ്. ഞാൻ ഇമേജിന് ഒരു വട്ടം കൊടുക്കാൻ പോവാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്താണ്? ഇമേജ് ആണ്. സോ ഇമേജ് എന്ത് ചെയ്യും മക്കളെ? ഇമേജ് ഇവിടെ ഫോം ചെയ്യും. ശരി, ഞാൻ ഓബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവെക്കാൻ പോവാണ്. ഓബ്ജക്റ്റിനെ ഇവിടെ കൊണ്ടുവച്ചു. സോ ഇൻഫിനിറ്റിയിൽ നിന്നും നോക്ക്, ഇൻഫിനിറ്റിക്കും F-നും ഇടയിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. ശരിയാണോ? ഇൻഫിനിറ്റിക്കും 2F-നും ഇടയിൽ വലിയൊരു ഡിസ്റ്റൻസ് ഉണ്ട്. സോ വലിയൊരു ഡിസ്റ്റൻസിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങോട്ട് നീക്കുകയാണ്. ഉയർന്നൊരു ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡിസ്റ്റൻസ് ആണോ? അല്ല. ഇത് ഇൻഫിനിറ്റി എന്താണ്? അനന്തതയിൽ കിടക്കുകയാണ്. അവിടുന്ന് ഞാൻ എന്ത് ചെയ്യാണ്? 2F എന്ന് പറഞ്ഞ ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരികയാണ്. അതൊരു വലിയ ഡിസ്റ്റൻസ് ആണ്. എന്താ മക്കളെ? ഒരു വലിയ ഡിസ്റ്റൻസ് ആണ്. വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. എന്താണ്? ഒരു വലിയ ഡിസ്റ്റൻസ് ആണ്, ലാർജ് ഡിസ്റ്റൻസ് ആണത്. ലാർജ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഇമേജ് എങ്ങോട്ട് മാറും മക്കളെ? ഈ പൊസിഷനിലേക്ക് കൊണ്ടുവച്ചപ്പോൾ ഇമേജ് എന്ത് ചെയ്തു? 2F-ലേക്ക് തന്നെ വരും. അപ്പം ആക്ച്വലി ഇമേജ് എത്ര മാറിയത്? ഇമേജ് കുറച്ചേ മാറിയുള്ളൂ. നോക്ക്, ഞാൻ വലിയൊരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചപ്പോൾ ഇമേജ് ഒരു ചെറിയ ഡിസ്റ്റൻസേ മൂവ് ചെയ്തുള്ളൂ. ശരിയാണോ മക്കളെ? ഇമേജ് ഒരു ചെറിയ ഡിസ്റ്റൻസേ മൂവ് ചെയ്തുള്ളൂ. ഓബ്ജക്റ്റിൻ്റെ സെയിം സൈസ് കാണിക്കുകയും ചെയ്തു. സോ ഇത് എൻലാർജായി. ഇവിടുന്ന് ഇങ്ങോട്ട് പോയപ്പോൾ എൻലാർജായി. പക്ഷേ ആണെങ്കിൽ ഞാൻ കുറേ ദൂരം ട്രാവൽ ചെയ്യിച്ചു, പക്ഷേ ഇവിടുന്ന് കുറച്ച് മാത്രമേ അനങ്ങിയുള്ളൂ. നോക്ക്, നേരത്തെ നടക്കുന്നതാണ്. F-നും 2F-നും ഇടയിൽ വലിയ ദൂരം വല്ലതും ഉണ്ടോ? ഇല്ല. ഇത് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്. സോ ഇമേജ് വളരെ സ്മോൾ ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്തുള്ളൂ. എന്താണ്? സ്മോൾ ഡിസ്റ്റൻസ്. സ്മോൾ ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്തുള്ളൂ. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ, ഇവിടെ ആർക്കാണ് സ്പീഡ് കൂടുതൽ? നമ്മളുടെ ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഉയർന്ന സ്പീഡിൽ സഞ്ചരിച്ചു. ഇമേജ് ആണെങ്കിലോ പതുക്കെയാണ് സഞ്ചരിച്ചത്, കുറച്ച് ദൂരമേ ട്രാവൽ ചെയ്തുള്ളൂ. കണ്ടോ? ഇവൻ ഉയർന്ന വലിയ സ്പീഡിലാണ് ട്രാവൽ ചെയ്യണത്. ഇവൻ എന്ത് ചെയ്യും? വളരെ ചെറിയ ദൂരം മാത്രമേ ട്രാവൽ ചെയ്തുള്ളൂ. അതിൻ്റെ ഡിസ്റ്റൻസ് കുറവാണ്. സോ സ്പീഡ് എന്തായാലും മക്കളെ ഇവിടെ കുറവാണ്, ഇവിടെ സ്പീഡ് കൂടുതലാണ്. ഈ കാര്യം മനസ്സിലായോ? ഒബ്ജക്റ്റ് ഇങ്ങോട്ട് സഞ്ചരിച്ചു,
ഇമേജും സെയിം ഡയറക്ഷനിലാണ് ഇമേജ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്പീഡ് എന്താ മക്കളെ? സ്പീഡ് കൂടുതലാണ്. ഇവിടെ സ്പീഡ് കുറവാണ്. ഇത്രയും മനസ്സിലായോടാ? ഇത്രയും മനസ്സിലായോ? ശരി മക്കളെ, ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഒബ്ജക്റ്റിനെ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മക്കളെ, ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ, ഞാൻ മൂന്നാമത്തെ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതാണ്. എന്താണ്? സ്മോൾ ഡിസ്റ്റൻസ്. വളരെ ചെറിയ ഡിസ്റ്റൻസിലേക്ക് നീക്കി. സോ ഇമേജ് എന്ത് ചെയ്യുന്നറിയാമോ? ഇമേജ് ഈ തവണയാണെങ്കിൽ ഒരു വലിയ ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യും. ശരിയാണോ? അത് ഇൻഫിനിറ്റിയിലോട്ട് മൂവ് ചെയ്യും. കണ്ടോ? 2Fനും ഇൻഫിനിറ്റിക്കും ഇടയിൽ കണ്ടോ ഉയർന്നൊരു ദൂരത്തിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ സൈസ് എന്താ മക്കളെ? എൻലാർജ് ആയി, വലുതായി. സോ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? ഇതൊരു വലിയ ഡിസ്റ്റൻസ് ആണ്, ലാർജ് ഡിസ്റ്റൻസ്. എന്താ മക്കളെ? ലാർജ് ഡിസ്റ്റൻസ്. ഇത് ചെറുതായിട്ട് നീക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അതിൻ്റെ സ്പീഡ് വളരെ വലുതാണ്. ഇങ്ങോട്ടുള്ള സ്പീഡ് എന്താ മക്കളെ? സ്പീഡ് വളരെ വലുതാണ്. ശരിയാണോ? കാര്യം ഡിസ്റ്റൻസ് കൂടുതലാണ്. ഡിസ്റ്റൻസ് കൂടുന്നെങ്കിൽ സ്പീഡ് എന്തായിരിക്കും മക്കളെ? സ്പീഡും കൂടുതലാണ്. ഈ സെക്ഷനിലെ സ്പീഡ് വലിയ കൂടുതലാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? സോ ഞാൻ നീക്കുന്നതനുസരിച്ച്, ഒബ്ജക്റ്റ് ഇങ്ങോട്ട് നീക്കുന്നതനുസരിച്ച്, അതായത് നമ്മുടെ ലെൻസിന് അടുത്തേക്ക് ഞാൻ ഒബ്ജക്റ്റ് കൊണ്ടുവരുന്നതനുസരിച്ച് ഇമേജ് ലെൻസിൽ നിന്നും അകന്നു മാറും. ആദ്യം സ്പീഡ് കുറവാണ്, പിന്നെ ഉയർന്ന സ്പീഡിൽ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഞാൻ ഒബ്ജക്റ്റിനെ ലെൻസിന് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇമേജ് എന്ത് ചെയ്യും മക്കളെ? അകന്നു മാറും. ആദ്യം സ്പീഡ് കുറവാണ്, ഞാൻ സ്പീഡിൽ കൊണ്ടുവന്നു, ഇവിടെ സ്പീഡ് കുറവാണ്. 2F കഴിഞ്ഞാലോ ഇവിടെ സ്പീഡ് കുറയും. ഇവിടെ എന്താ മക്കളെ? സ്പീഡ് കൂടും. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ട് ആലോചിച്ച് ആൻസർ പറയണം. ശ്രദ്ധിച്ച് കേൾക്കുക. ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ, ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം എത്രയാണ്? സോ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അനുസരിച്ച് ഇവൻ ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം എത്രയാണ്? നിങ്ങൾ പറയും, എത്രയാണെന്ന് അറിയാമോ? ഇതാണ് ഏറ്റവും ചെറിയ അകലം. ഒബ്ജക്റ്റ് 2Fൽ ഇരിക്കുമ്പോൾ ഇമേജും 2Fൽ ഇരിക്കും. ഇതാണ് ഇവയ്ക്കിടയിലുള്ള ഏറ്റവും ചെറിയ അകലം. മക്കളെ, ഇൻഫിനിറ്റി ഉയർന്ന ദൂരമാണിത്. ഇൻഫിനിറ്റിയും ഇതും ഒന്നും കണ്ടോ? ഇവിടെ വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് ഇത് വലിയൊരു അകലമാണ്, ലാർജ് ഡിസ്റ്റൻസ് ആണ്. ഇതാണോ ഏറ്റവും ചെറിയ അകലം? അല്ല. ഇതെന്താണ്? ഫൈനൈറ്റ് ആണ്. ഇത് ഡിസ്റ്റൻസ് ഫൈനൈറ്റ് ആണ്. ഫോക്കൽ ലെങ്തിന്റെ ഇരട്ടി. ഇതെന്താണ്? ഫോക്കൽ ലെങ്തിന്റെ ഇരട്ടി. ഇത് ഫൈനൈറ്റ് ആണ്. എത്രയാണ്? 2F + 2F. എത്രയാണ്? 4F. സോ ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം എത്ര മക്കളെ? ഇമ്പോർട്ടൻ്റ് ആണ്, കോൺസെപ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മക്കളെ? അത് 4F ആണ്. ആ സമയത്തുള്ള യുവിൻ്റെ വാല്യൂ എത്ര മക്കളെ? യുവിൻ്റെ വാല്യൂ 2F ആയിരിക്കും. ആ സമയത്തുള്ള യുവിൻ്റെ വാല്യൂ എത്ര മക്കളെ? 2F ആണ്. മൈനസ് ആണ്, നെഗറ്റീവാണ്. സമ്മതിച്ചു, ഇത് നെഗറ്റീവാണിത്. എന്താണ്? അത് 2F ആണ്. ആ സമയത്തുള്ള വിൻ്റെ വാല്യൂ എത്ര മക്കളെ? വിൻ്റെ വാല്യൂ 2F ആണ്. എത്രയാണ് മക്കളെ? 2F ആണ്. വിൻ്റെ വാല്യൂ പോസിറ്റീവാണ്, അത് 2F ആണ്. ഇത്രയും മനസ്സിലായോ? സോ ഇങ്ങോട്ട് വരുന്ന അനുസരിച്ച് നോക്ക് മക്കളെ, ഇൻഫിനിറ്റിൽ നിന്ന് ഇങ്ങോട്ട് 2F വരുന്നതും സ്പീഡ് കൂടും. ഇവിടെ എന്തായും? സ്പീഡ് കുറഞ്ഞ് സോ ഇവിടെ സ്പീഡ് എന്താണ്? കുറഞ്ഞല്ല, ഇവിടെ ചെറിയ സ്പീഡിൽ എന്ത് ചെയ്യും? ഇങ്ങോട്ട് നീങ്ങും. 2F നിൽക്കുകയാണ്, ഇവിടെയും 2F നിൽക്കുകയാണ്. രണ്ട് ഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആണ്. ഇനി അങ്ങോട്ടാണെങ്കിലോ ഇവനാണെങ്കിൽ അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവൻ വലിയ ദൂരം ഉണ്ടോ, ലാർജ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ? ട്രാവൽ ചെയ്യും. അപ്പോൾ ചെറിയ ദൂരമാണോ? അല്ല, വലിയ ഡിസ്റ്റൻസ് ആണ്. ഇപ്പം 3യും 3ക്കും ഇടയിലാണെങ്കിൽ വലിയ ഡിസ്റ്റൻസ് ആണ്. സോ 2നും ഇടയിലാണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ്. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. മക്കളെ, ഞാൻ ഇവിടെ വരയ്ക്കുന്നത് U+V. U+V എന്ന് പറഞ്ഞ എന്താണ്? ഇത് U ആണ്, ഇത് V ആണ്. സോ U+V എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള അകലമാണ്. എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഇതാണ് U+Vയുടെ മീനിങ്. ഇവിടെ യുവും ചേർത്ത് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്. മക്കളെ നോക്കേ,
ഞാനാണെങ്കിൽ യുവിനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരാൻ പോവുകയാണ്, യുവിനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. സോ യുവിനെ ഇൻഫിനിറ്റിന്ന് കൊണ്ടുവരുന്ന അനുസരിച്ചാണെങ്കിൽ നോക്ക്, യു ഇൻഫിനിറ്റി എത്തുമ്പം നോക്ക് യു ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? യു ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമ്മളുടെ ഇമേജ് ഫോർമേഷൻ എവിടെയാണ്? എഫിലാണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്? നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്, ഇൻഫിനിറ്റി കൊണ്ടുവരാൻ പോവുകയാണ്, ഇൻഫിനിറ്റി കൊണ്ടുവരാൻ പോവുകയാണ്, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. നോക്ക് ഡിസ്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ? കുറഞ്ഞു വരുന്നുണ്ടോ? ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്, കുറഞ്ഞു വന്നുണ്ടോ? ഇവിടെ കുറഞ്ഞു വന്നു. ഞാൻ യുവിനെ എന്ത് ചെയ്യാണ്? യുവിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ഇൻഫിനിറ്റിന് അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ? കുറഞ്ഞു. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് കുറഞ്ഞു വരികയാണ് കണ്ടോ. ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആകുമ്പോൾ ഞാൻ 2f കൊണ്ടെത്തിച്ചപ്പോൾ എന്ത് ചെയ്യും? ഞാൻ 2f കൊണ്ടെത്തിച്ചു കേട്ടോ, 2f കൊണ്ടെത്തിച്ചു. അപ്പോൾ എന്ത് ചെയ്യും? ആ ഇമേജ് എവിടെയാണ്? ഇമേജ് 2fലാണ്. ഡിസ്റ്റൻസ് എത്രയാണ്? ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ നോക്ക്, ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര മക്കളെ? 4f ആണ്. എത്രയാണ്? ഇപ്പോൾ ഡിസ്റ്റൻസ് 4f ആണ്. ആ സമയത്തുള്ള യുവിൻ്റെ വാല്യൂ എത്രയാടാ? ഇതാണ് യുവിൻ്റെ വാല്യൂ. ആ സമയത്തുള്ള യു എവിടെയാണ്? യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ്? അത് 2fലാണ്. ശരിയാണോ മക്കളെ? യു എവിടെയാടാ? 2fലാണ്. സോ 2fൽ യു എത്തിച്ചപ്പോൾ യുവും വിയും തമ്മിലുള്ള അകലം എത്ര മക്കളെ? അല്ലെങ്കിൽ ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള അകലം എത്രയാണ്? 4f ആണ്. ഞാൻ വീണ്ടും യുവിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് വീണ്ടും കുറയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇവനാണെങ്കിൽ അകന്നു മാറിപ്പോവും. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും പതുക്കെ എന്ത് ചെയ്യും മക്കളെ? ഗ്രാഫ് ഇങ്ങനെ വരും. കാര്യം എന്താണ്? ഡിസ്റ്റൻസ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഗ്രാഫ് ഇവിടുന്ന് വരയ്ക്കുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ഞാൻ ലെൻസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അടുത്തേക്ക് കൊണ്ടുവരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും മക്കളെ? അടുത്തേക്ക് കൊണ്ടുവരുന്ന അനുസരിച്ച് ഇമേജ് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കും, അകന്നു പോയിക്കൊണ്ടേയിരിക്കും. സോ രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഒബ്ജക്റ്റും ഇമേജും സെയിം ഡയറക്ഷനാണ് പോകുന്നത്. സോ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റ് ഞാൻ കൊണ്ടുവരുന്ന സ്പീഡ് അനുസരിച്ചാണെങ്കിൽ ഇമേജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് എത്ര മക്കളെ? ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 4f ആണ്. ആ സമയത്ത് ഇമേജ് എത്രയാണ്? ഇമേജിലേക്കുള്ള അകലം എത്രയാണ്? യുവിൻ്റെ വാല്യൂ എത്രയാണ്? 2f ആണ്. ഗ്രാഫ് മനസ്സിലാണോ മക്കളെ? ഇതാണെങ്കിൽ JEE മെയിൻസിന് ചോദിച്ച ഗ്രാഫാണ്. JEE മെയിൻസ് മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആയ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഗ്രാഫ് യു പ്ലസ് വിയും യു തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നാണ് കാണിച്ചു തന്നത്. ശരി മക്കളെ, അങ്ങനെയെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് സെക്ഷൻ നോക്കൂ മക്കളെ, നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ലെൻസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. നമ്മുടെ ലബോറട്ടറിയിലൊക്കെ, നമ്മുടെ ലാബിലൊക്കെ, പ്രത്യേകിച്ചും +2 ലാബിൽ, ഫിസിക്സിൻ്റെ ലാബിൽ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് എന്ത്? ലെൻസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. നിങ്ങളുടെ നീറ്റ് എക്സാമിനേഷന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മക്കളെ, ലെൻസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. കാര്യം പ്രാക്ടിക്കൽ എന്നൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട് അല്ലേ? ആ സെക്ഷനിൽ വരുന്ന ടോപ്പിക്കാണ് എന്താ? ലെൻസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ഓക്കെ, പറഞ്ഞുതരാം. ആക്ച്വലി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ലെൻസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ്. ശരി, എങ്ങനെ നോക്കാം മക്കളെ? ഞാനൊരു ഒബ്ജക്റ്റ് എടുത്തു. ഒബ്ജക്റ്റ് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനെ ആണെങ്കിൽ ഞാനൊരു സ്ക്രീനിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. ഇത് സ്ക്രീനാണ്. എന്താണ്? സ്ക്രീൻ. ഒബ്ജക്റ്റിൻ്റെയും സ്ക്രീനിൻ്റെയും ഇടയിലാണെങ്കിൽ ഞാനൊരു ലെൻസ് കൊണ്ടുവച്ചു. ഇത്തരം കാര്യം മനസ്സിലായോ? സോ ഒരു ഒബ്ജക്റ്റ് എടുത്തു, ഒരു സ്ക്രീൻ എടുത്തു. ഒബ്ജക്റ്റിനും സ്ക്രീനും ഇടയിൽ ആരെ കൊണ്ടുവച്ചു? ഒരു ലെൻസിനെ കൊണ്ടുവച്ചു. സോ ഇത് ലെൻസാണ്. ഇവിടെ ഞാൻ ഒബ്ജക്റ്റിനെയോ സ്ക്രീനെയോ അനക്കുകയില്ല, തൊടുകയില്ല. അതായത് ഒബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള അകലം എന്താ മക്കളെ? ഒബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള അകലം എത്രയാടാ? അതെന്ന് പറയണത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഞാൻ ചേഞ്ച് ചെയ്യുമോ? ഇല്ല. ഞാൻ ഈ ഡിസ്റ്റൻസിനെ D എന്ന് വിളിക്കാൻ പോവുകയാണ്. സോ ഒബ്ജക്റ്റിൽ നിന്നും ഈ സ്ക്രീനിലേക്കുള്ള അകലം എന്താണ്? D ആണ്. മക്കളെ, ഈ സ്ക്രീനിൽ ആരാ വന്ന് വീഴുന്നേ? നോക്ക്, ഞാൻ ഈ ലെൻസിനെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ ഈ ഒബ്ജക്റ്റിൻ്റെ റിയൽ ഇമേജ് എവിടെ കൊണ്ട് വീഴ്ത്തും? ഞാൻ സ്ക്രീനിൽ കൊണ്ട് വീഴ്ത്തും. നോക്ക്, ഒബ്ജക്റ്റിൻ്റെ റിയൽ ഇമേജ് ആണ്, അത് ഇൻവേർട്ടഡ് ആണ് അല്ലേ? ആ ഇമേജിനെ എന്ത് ചെയ്യും? ഞാൻ സ്ക്രീനിൽ കൊണ്ട് വീഴ്ത്തും.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും ദൂരത്തിൽ എനിക്ക് ക്ലിയർ ഇമേജ് കിട്ടിക്കഴിഞ്ഞു. ഇത്രയും മനസ്സിലായോ? സോ ഞാനാണെങ്കിൽ ആ ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ലെൻസിനെ മാത്രമേ അനക്കാൻ കഴിയത്തുള്ളൂ. സോ ലെൻസിനെയാണ് ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നത്. ലെൻസിനെ ഞാൻ എന്ത് ചെയ്തു? ആ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഈ ഓബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് സ്ക്രീനിൽ വീഴ്ത്തി. ഇത്രയും മനസ്സിലായോ? ശരി മക്കളെ, ഇപ്പോൾ ഓബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള അകലം എത്രയാണ്? ഡി ആണ്. ഇനി പറഞ്ഞേ, ഓബ്ജക്റ്റും ഇമേജും, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഓബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം എത്ര മക്കളെ? നിങ്ങൾ പറയും സാർ 4F ആണ്. പറയത്തില്ലേ? പറയും. ഓബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം 4F ആണ്. സോ ഞാൻ പറയും ഈ ഡിസ്റ്റൻസ് 4Fനേക്കാളും വലുതാണ്. ശരിയാണോ? ഡി എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്നത് വലുതായിരിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം ആരെക്കാളും? 4Fനേക്കാളും. എഫ് എന്താ മക്കളെ? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് എഫ് എന്ന് പറയുന്നത്. ഇത്ര മനസ്സിലായോടാ? കാര്യം എന്താണ്? ഓബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം എത്രയാണ്? 4F ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആ 4Fനേക്കാളും ചെറുതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇമേജ് കിട്ടുമോ? റിയൽ ഇമേജ് കിട്ടുമോ? ഒരിക്കലും കിട്ടുകയില്ല. സോ റിയൽ ഇമേജ്, ഓബ്ജക്റ്റും റിയൽ ഇമേജ് തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലം 4F ആണ്. സോ വച്ചിരിക്കേണ്ട ഈ ഓബ്ജക്റ്റും സ്ക്രീനും തമ്മിലുള്ള അകലം എത്രയായിരിക്കണം? 4Fന് ഈക്വലോ അതിനേക്കാളും വലുതോ ആയിരിക്കണം. കോൺസെപ്റ്റ് നമ്പർ 1. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? ശരി, ഇനി നോക്ക് മക്കളെ, ഇനി നോക്കടാ മക്കളെ, ഇതാണ് ഈ ഡിസ്റ്റൻസ്. ഞാൻ ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് x1. നോക്കുക, ഇവിടെ ക്ലിയർ ഇമേജ് കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറയാണ് ഈ ഡിസ്റ്റൻസ് എത്ര മക്കളെ? x1. ഈ ഡിസ്റ്റൻസ് ആക്ച്വലി ഒപ്റ്റിക്കൽ സെൻറ്ററുമായിട്ട് കേട്ടോ, നമുക്ക് അങ്ങനെ തന്നെ വരയ്ക്കാം. ഇതാണ് x1 എന്ന് പറയുന്നത്. ഇനി ഈ ഡിസ്റ്റൻസ് അതാണ് മക്കളെ x2 എന്ന് പറയുന്നത്. സോ x1 x2 എന്താണ് മക്കളെ? x1 എന്ന് പറഞ്ഞാൽ u ആണ്, x2 എന്ന് പറഞ്ഞാൽ v ആണ്. ശരിയാണോടാ? x1 എന്ന് പറഞ്ഞാൽ u ആണ്, x2 എന്ന് പറഞ്ഞാൽ v ആണ്. ശരി, അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ മാഗ്നിഫിക്കേഷൻ m v by u ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ഹൈറ്റ് ഓഫ് ഇമേജ്, ഓബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്. എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ്. സോ ഇത് ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. ശരിയാണോ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അങ്ങോട്ട് മാറ്റി എഴുതാം. ഇതിൻ്റെ കൂടെ എഴുതുന്നില്ല, അങ്ങോട്ട് മാറ്റി പറയാം. ശ്രദ്ധിച്ചിരി മക്കളെ, ഇവിടെയാണെങ്കിൽ ഞാൻ മാറ്റി പറയുകയാണ്, മാഗ്നിഫിക്കേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ആ ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വി ബൈ യു വിച്ച് ഈസ് ഈക്വൽ ടു വി എത്രയാടാ? ഇതാണ് വി എന്ന് പറയുന്നത്. ശരിയാണോ? അത്രയാണ്. ഇതാണ് വി എന്ന് പറയുന്നത്. ശരിയാണോ? അത്രയാണ്. അത് x2 ആണ്, അത് പോസിറ്റീവ് x2 ആണ്. ശരിയല്ലേ? ഇത് പ്ലസ് x2 ആണ്. കാര്യം എന്താണ്? ലൈറ്റിൻ്റെ സെയിം ഡയറക്ഷനാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ x2 ആണ്. ഡിവൈഡ് ബൈ യു എത്രടാ മക്കളെ? ഇങ്ങോട്ടാണ് മെഷർ ചെയ്യേണ്ടത്, അത് -x1 ആണ്. മനസ്സിലായോ? ഇതാണ് HI ഡിവൈഡ് ബൈ HO എന്ന് പറയുന്നത്. മക്കളെ, ഇതാണ് നമ്മുടെ കേസ് 1, കേസ് നമ്പർ 1. അപ്പോൾ ഞാൻ ഈ കേസ് നമ്പർ 1ൽ കിട്ടിയ ഓബ്ജക്റ്റിന് ഞാൻ ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റിന് 1 എന്ന് പറയാൻ പോവാണ്. ഹൈറ്റ് ഓഫ് ഇമേജിന് ഞാൻ h1 എന്ന് പറയാൻ പോവാണ്. ഹൈറ്റ് ഓഫ് ഇമേജിന് 1 എന്ന് പറയാൻ പോവാണ്. കാര്യം കേസ് 1 ആണിത്. സോ ഇത് കേസ് 1 ആണ്. കുഴപ്പമില്ലല്ലോ മക്കളെ? ഇത് മനസ്സിലായോ? ഇത് കേസ് 1 ആണ്. ഇനി കേസ് 2 നോക്കിനി മക്കളെ, നമ്മൾ തൊട്ട് മുന്നേ കേട്ടതാണ്. അതായത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കേട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഒന്ന് ഓർമ്മിപ്പിക്കാം. നമ്മളുടെ ഓബ്ജക്റ്റിലേക്കുള്ള അകലം എന്താണ്? x1 ആണ്. ഇമേജിലേക്കുള്ള അകലം എന്താണ്? x2 ആണ്. എനിക്ക് വേണമെങ്കിൽ ഓബ്ജക്റ്റിനെയും ഇമേജിനെയും റീപ്ലേസ് ചെയ്തുകൂടെ? ചെയ്യാം. നമ്മൾ പഠിച്ചതാണ്. നോക്ക് മക്കളെ, ഇത് 30 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 60 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഇത് 60 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്ര ഞാൻ ചോദിച്ചില്ലേ? ചോദിച്ചു. ഇപ്പം നിങ്ങൾ എന്താ പറഞ്ഞു? അത് 30 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞില്ലേ? അതായത് നമ്മൾ ഓബ്ജക്റ്റിനെയും ഇമേജിനെയും എന്ത് ചെയ്യാം മക്കളെ? റീപ്ലേസ് ചെയ്യിക്കാം. സോ അങ്ങനെയെങ്കിൽ നോക്ക്, എനിക്ക് ഈ ഡിസ്റ്റൻസ് എനിക്ക് എന്താക്കാം? ആ x1 പകരം x2 ആയിക്കൂടെ? ആക്കാം. നോക്ക്, ഞാൻ ലെൻസിനെ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കാൻ പോവുകയാണ്. കാര്യം x2 വലുതാണ്, x1 ചെറുതാണ്. സോ നേരത്തെ ലെൻസ് ഇവിടെ ഇരുന്നെയാണ്, ഈ ലൊക്കേഷൻ ഇരുന്നെയാണ്. ഞാൻ ലെൻസ് എന്ത് ചെയ്തു? ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു.
ഇപ്പോൾ ലെൻസിൻ്റെ സ്ഥാനം ഇവിടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരിക്കലുമാണെങ്കിൽ ഒബ്ജക്റ്റിനെ നീക്കിയോ? ഇല്ല, ഒബ്ജക്റ്റ് സെയിം ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്. ഇത് ഒബ്ജക്റ്റ്. ഞാൻ ഇമേജിനെ നീക്കിയോ അല്ലെങ്കിൽ സ്ക്രീനെ നീക്കിയോ? സ്ക്രീനും സെയിം ഡിസ്റ്റൻസ് ഇരിക്കുകയാണ്. ഇത് സ്ക്രീനാണ്. ഇനി നോക്കൂ മക്കളെ, ഇവിടെ ഇമേജ് ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്താണ്? ഇമേജ് ഉണ്ടായിരിക്കും. കാര്യം ഈ ഡിസ്റ്റൻസ് എത്ര മക്കളെ? ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ നോക്കാം, ഈ ഡിസ്റ്റൻസ് അതിപ്പോഴും ഡി തന്നെയാണ്. ശരിയാണോ? ഒബ്ജക്റ്റിൽ നിന്നും സ്ക്രീനിലേക്കുള്ള അകലം എത്രയാണ്? അതിപ്പോഴും ഡി തന്നെയാണ്. സെയിം ഡി ആണ് ഇപ്പോഴും, അത് മാറിയിട്ടില്ല. പകരം ആരാ അവിടെ ചേഞ്ച് ചെയ്തേ? x1 പകരം ഞാൻ എന്ത് ചെയ്തു? ഈ ഡിസ്റ്റൻസ്. ഏത് ഡിസ്റ്റൻസ് ആണ്? ഈ ഡിസ്റ്റൻസ് എന്തായിട്ട് മാറ്റി മക്കളെ? x2 ആയിട്ട് മാറ്റി. എന്തായിട്ട് മാറി? അത് x1 ആയിട്ട് മാറി. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇമേജ് ചേഞ്ച് ചെയ്യത്തില്ല. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യത്തില്ല. ആര് ചേഞ്ച് ചെയ്യും? ഹൈറ്റ് ഓഫ് ഇമേജ്, എക്സ് ഇമേജ്. അത് കേസ് നമ്പർ 2 ആയതുകൊണ്ട് നമ്മൾ പറയും കേസ് നമ്പർ 2. ഞാൻ 2 എന്ന് പറഞ്ഞു, ഇവിടെയും 2 എന്ന് പറഞ്ഞു. ഓക്കെ ആണോടാ? സോ മാഗ്നിഫിക്കേഷൻ വീണ്ടും പറഞ്ഞേ. മാഗ്നിഫിക്കേഷൻ, ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ 1, ഇവിടുത്തെ മാഗ്നിഫിക്കേഷൻ 2 വിച്ച് ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO വിച്ച് ഈസ് ഈക്വൽ ടു V ബൈ U. മക്കളെ V എത്രയാടാ? V ഇതാണ് V എന്ന് പറയണത്. അത് x1 ആണ് ഈ കേസിൽ, പ്ലസ് x1. U എത്രയാടാ? അത് മൈനസ് x2 ആണ്. ഇത് സെക്കൻഡ് കേസാണ്. ഞാൻ 2 എന്ന് കൊടുത്തു. ഇത്തരം കാര്യം മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേ? സോ ഞാൻ എന്തുമാത്രമാണ് ഡിസ്പ്ലേസ് ചെയ്യിച്ചത്? ഞാൻ ഇത്രയും ഡിസ്പ്ലേസ് ചെയ്യിച്ചു. ശരിയാണോ? ഇത്രയും ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യിച്ചു. സോ ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്. ഞാൻ ഇവിടെ ഇരുന്ന ലെൻസിനെ എത്ര ഡിസ്പ്ലേസ് ചെയ്യിച്ചു മക്കളെ? എക്സ് ഡിസ്പ്ലേസ് ചെയ്യിച്ചു. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നോക്ക്, ഫോക്കൽ ലെങ്ത് എഫ് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആയിരുന്നു. ശരിയാണോ? ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണ്. എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. നോക്ക്, ഡി സ്ക്വയർ, ഡിയുടെ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4D ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഇക്വേഷൻ പറഞ്ഞു തരാം. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്, അത് ഒരിക്കലും മാറില്ല അല്ലേ? ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എപ്പോഴും സെയിം ആണ്. ഇതൊരിക്കലും മാറിയോ? ഇല്ല. ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടുത്തെ ഹൈറ്റ് ആണ് HI1, ഇവിടുത്തെ എത്രയാണ്? HI2. രണ്ടാമത്തെ കോൺസെപ്റ്റ് മനസ്സിലായോടാ? സോ ലെൻസ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിലാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ആക്ച്വലി നിങ്ങൾ ലാബിൽ ചെയ്ത 2 ഇക്വേഷൻസ് ആണിത്. മാഗ്നിഫിക്കേഷൻ ചോദിച്ചാൽ നമുക്ക് ചെയ്യാനറിയാം, മാഗ്നിഫിക്കേഷൻ ചോദിച്ചാൽ നമുക്ക് പറയാം. ഓരോ ഭാഗത്തെയും മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം, എഴുതാം. മാഗ്നിഫിക്കേഷൻ എഴുതാൻ അറിയാം, ഓരോ ടേംസും എന്താണെന്നറിയാം. ശരിയല്ലേ മക്കളെ? നോക്കൂ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാൻ പോവാണ്. നോക്കിയിരിക്കേ, എന്തിനാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ പറയും സാർ, ലെൻസിൻ്റെ ആണെങ്കിൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ശരി, നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടാ? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. എന്താ മക്കളെ? സ്ക്രീനാണ്. ശരിയാണോ? ശരി, നമുക്കാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് സ്ക്രീനിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ലെൻസ് ഉപയോഗിക്കാൻ പോവുകയാണ്. എന്ത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്നും സ്ക്രീനിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ എന്ത് വിളിച്ചു? ഡി എന്ന് വിളിച്ചു. ഈ ഡി ചേഞ്ച് ചെയ്യുമോ? ഇല്ല, ഡി എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഈ ഡിൻ്റെ വാല്യൂ 4Fനേക്കാളും വലുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിരിക്കണം. ഈ 4F എന്താണ്? ഓബ്ജക്റ്റിൽ നിന്നും ഇമേജിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് 4F എന്ന് പറയുന്നത്. അപ്പം ആ 4Fനേക്കാളും ഒന്നുകിൽ എന്ത് ചെയ്യണം? ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ 4Fനേക്കാളും വലുതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ഇമേജ് കാണാൻ കഴിയുകയുള്ളൂ. ശരി മക്കളെ, ഇവിടെയാണെങ്കിൽ ഇമേജ് ഫോം ചെയ്തു. ശരിയാണോ? ഈ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് നമ്മൾ x1. ഓർക്കുന്നുണ്ടോ? x1. ഈ ഡിസ്റ്റൻസിനെ വിളിച്ച പേരാണ് x2.
ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ആണ് എഫ്. അങ്ങനെയെങ്കിൽ നോക്കൂ മക്കളെ, ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാം കേസ് നമ്പർ 1 ആണ്. കേസ് നമ്പർ 1ൽ ഈ ഹൈറ്റ് അതൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO ആണ്, ഇമേജിന്റെ ഹൈറ്റ് H ഇമേജ്. ഇത് ഫസ്റ്റ് കേസാണ്, പറയും 1 എന്ന് പറയും. ശരിയാണോ? ഇനിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഇന്റർചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. x2നെ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്, x1നെ ഇവിടെ കൊണ്ടുപോകാൻ പോവുകയാണ്. സോ ഒരിക്കലും ആര് ചേഞ്ച് ചെയ്യുന്നില്ല, ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തില്ല, സെയിം പൊസിഷൻ നിൽക്കുകയാണ്. ഇനിയാണെങ്കിൽ നോക്ക്, ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നോ? ഇല്ല, ഈ ഡിസ്റ്റൻസും ചേഞ്ച് ചെയ്യത്തില്ല, ഇത് സ്ക്രീനാണ്. ഇനിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ലെൻസിനെ ആണെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് നീക്കി, ലെൻസിനെ ഇങ്ങോട്ട് നീക്കി മക്കളെ, ലെൻസിനെ ഇങ്ങോട്ട് നീക്കി. ഈ ഡിസ്റ്റൻസ് എത്രയാക്കി മാറ്റി മക്കളെ? x2 ആക്കി മാറ്റി, ഈ ഡിസ്റ്റൻസ് ആക്കി മാറ്റി. ഈ ഡിസ്റ്റൻസിനെ ഇവിടെ കൊണ്ടുവന്നു, ഇതെന്താണ്, x1 ആണ്. അപ്പോഴും നമ്മൾ കണ്ടു ഇമേജ്, എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണ്, ഉണ്ടോ? റിയൽ ഇമേജ് ആണ്. HI സെക്കൻഡ് കേസ് ആയതുകൊണ്ട്, കേസ് 2 ആയതുകൊണ്ട് നമ്മൾ പറയും 2. മക്കളെ, ഇവിടെയാണെങ്കിൽ നമ്മൾ റിലേഷൻ ഉണ്ടാക്കിയായിരുന്നു. റിലേഷൻ എന്തായിരുന്നു? നമ്മൾ റിലേഷൻ ആയിരുന്നു F which is equal to D square മൈനസ് ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നോക്ക്, ഈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആരാ ഡിസ്പ്ലേസ് ചെയ്തേ? നമ്മൾ ലെൻസ് ഡിസ്പ്ലേസ് ചെയ്തു. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് x എന്ന് പറയുന്നത്. സോ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4D. ശരിയാണോ മക്കളെ? ഓക്കെ, അടുത്ത അടുത്ത ഇക്വേഷൻ നോക്ക്, HI1 HI2. നോക്ക് മക്കളെ, HI1 നോക്ക്, HO which is equal to root of HI1 into HI2. അടുത്ത ഇക്വേഷൻ. ഇവിടെ ആര് കോൺസ്റ്റന്റ് ആണ്, ആര് ചേഞ്ച് ചെയ്യത്തില്ല? HO. അത് ചേഞ്ച് ചെയ്യാം മക്കളെ, ആ HO ചേഞ്ച് ചെയ്യത്തില്ല. കാരണം എന്താണ്? HO എന്ന് പറയുന്നത് അനങ്ങാതിരിക്കുകയാണ്, അത് ഒബ്ജക്റ്റിന്റെ എന്താണ്, ഹൈറ്റ് ആണ്. അത് ചേഞ്ച് ചെയ്യുമോ? ഇല്ല, HO എപ്പോഴും സെയിം ആണ്. അപ്പോൾ ഒരാൾ ഇവിടെ വലുതാണ്, ഒരാൾ എന്ത് ചെയ്യും മക്കളെ, ചെറുതാണ്. ആരാണ് വലുത്? നോക്ക് മക്കളെ, നമ്മൾ ലെൻസിന് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇമേജ് വലുതായിരിക്കും. സോ HI1 വലുതായിരിക്കും. അതുപോലെ ഇമേജ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ നമ്മുടെ ലെൻസിൽ നിന്നും അകന്നു മാറിക്കഴിഞ്ഞാൽ യുവിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ചാണെങ്കിൽ ഇതെന്ത് ചെയ്യും മക്കളെ? ഇവിടെയാണെങ്കിൽ നമുക്ക് HI2 കിട്ടും. നമുക്ക് മാഗ്നിഫിക്കേഷൻ എഴുതി വെക്കാം. മാഗ്നിഫിക്കേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞടാ HI ഡിവൈഡ് ബൈ HO എന്നാണ്. അല്ലെങ്കിൽ പറയാം V ഡിവൈഡ് ബൈ U എന്നാണ്. മക്കളെ, യുവിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? മാഗ്നിഫിക്കേഷൻ കുറയും, അതായത് ഹൈറ്റ് ഓഫ് ഇമേജ് കുറയും. ശരിയാണോ? ഇപ്പം യുവിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആര് കുറവായിരിക്കും? ഇവൻ്റെ വാല്യൂ കുറവായിരിക്കും, ഇവൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ശരിയാണോടാ? ഈ കാര്യം മനസ്സിലായോ? ആര് വലുതാവുന്നതനുസരിച്ച് യുവിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് മാഗ്നിഫിക്കേഷൻ കുറവായിരിക്കും. അപ്പോൾ ആര് കുറവായിരിക്കും? ഹൈറ്റ് ഓഫ് ഇമേജും കുറവായിരിക്കും. സോ ഇതിൽ ഒരു ഇമേജ് കുറവാണ്, ഒരു ഇമേജ് കൂടുതലാണ്. ഈ കാര്യം മനസ്സിലായോ മക്കളെ? ശരി, അപ്പോൾ നമുക്ക് എന്തറിയാം? ഇവിടെയാണെങ്കിൽ എന്താണ് സെറ്റപ്പ് എന്നറിയാം, നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്താണെന്നറിയാം. അതുപോലെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് അറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. മക്കളെ, ഇവിടെയാണെങ്കിൽ 2 ഇമേജ് ഉണ്ട്. ഈ 2 ഇമേജും റിയൽ ഇമേജ് ആണ്. ശരിയാണോ? ആ 2 ഇമേജിനെയും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നുണ്ട്. സ്ക്രീനിലാണെങ്കിൽ ആ 2 ഇമേജും വന്ന് വീഴുന്നുണ്ട്. അതെന്താണ്? 2 ഇമേജും റിയൽ ഇമേജ് ആണ്. അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് നോക്ക്, ഈ ഒരു ഇമേജ് ഉണ്ടായി. ഈ 2 ഇമേജ് ഉണ്ടാവാൻ വേണ്ടി ലെൻസ് എന്തുമാത്രമാണ് ഡിസ്പ്ലേസ് ചെയ്തത്? എക്സ് ഉണ്ടോ? ഈ 2 ക്ലിയർ ഇമേജ് ഉണ്ടാവാനായിട്ട് ലെൻസ് എന്തുമാത്രമാണ് ഡിസ്പ്ലേസ് ചെയ്യിച്ചത്? എക്സ് ആണ്. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ്, ലെൻസിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യം മനസ്സിലായ മക്കളെ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പോവുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം മക്കളെ, ഒറ്റ കാര്യം പറഞ്ഞുതരാം. നോക്ക്, എക്സിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഡിസ്പ്ലേസ്മെന്റ് അല്ലാതെ മറ്റൊരു രീതിയിൽ പറയാം. നോക്ക് മക്കളെ, ഇവിടെയാണ് നമ്മൾ ലെൻസ് ഇരുന്നത്, ശരിയല്ലേ? ഇവിടെയാണ് നമ്മൾ ലെൻസ് ഇരുന്നത്. ഇത്രയും ഭാഗം എന്താ മക്കളെ? x2 ആണ്. ഇത്രയും ഭാഗം എന്താണ്? x1 ആണ്. സോ x വിച്ച് ഈസ് ഈക്വൽ ടു ഇങ്ങനെ പറഞ്ഞുകൂടെ, x2 മൈനസ് x1
സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1. അപ്പം നമുക്ക് ഇതിനെങ്ങനെ വിളിക്കാം? x2 എന്താ മക്കളെ? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻലാർജ്ഡ് ഇമേജിലേക്കുള്ള പൊസിഷനാണ്. ശരിയാണോ? പൊസിഷനാണ്, അതായത് വി ആണ്, ഇമേജിൻ്റെ വി ആണ്. എൻലാർജ് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ശരിയാണോ? ഇമേജിലേക്കുള്ള അകലമാണ് x2 എന്ന് പറയുന്നത്. ഇതെന്താണ്? ഇത് ഇമേജിൻ്റെ ഹൈറ്റ് ചെറുതാണ്. സോ ഡിമിനിഷ്ഡ് ഇമേജ്, ഏറ്റവും ചെറിയ ഇമേജ്, ആ ഇമേജിലേക്കുള്ള അകലമാണ് നമ്മുടെ x1 എന്ന് പറയുന്നത്. സോ x2 എന്താ മക്കളെ? x2 എന്ന് പറഞ്ഞാൽ എൻലാർജ് ഇമേജിലേക്കുള്ള അകലമാണ്. x1 എന്താടാ? x1 എന്ന് പറഞ്ഞാൽ ഡിമിനിഷ്ഡ് ഇമേജിലേക്കുള്ള അകലമാണ്. സോ ആക്ച്വലി എക്സിനെ എങ്ങനെ പറയാം? വിച്ച് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ എൻലാർജ്ഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇമേജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ ഇമേജ് പൊസിഷൻസ്. സോ ഇമേജ് പൊസിഷൻസിൻ്റെ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എക്സ് എന്ന് പറയുന്നത്. അങ്ങനെയും പറഞ്ഞൂടെ മക്കളെ? അങ്ങനെയും പറയാം. കാര്യം ക്വസ്റ്റ്യനിലാണെങ്കിൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിൽ ഇത് പറയും. എന്താണ്? നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇമേജ് പൊസിഷൻ എത്രയെന്ന് ചോദിക്കും. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടേ? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശരി, ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഇൻ ദ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡിലാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ദ സ്ക്രീൻ. നോക്കൂ മക്കളെ, ഒബ്ജക്റ്റ് അതുപോലെ സ്ക്രീൻ, അവയ്ക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്ര മക്കളെ? ഡി ആണ്. സോ ഡിൻ്റെ വാല്യൂ എത്രയാടാ? ഡിൻ്റെ വാല്യൂ 70 സെൻറ്റിമീറ്റർ. ആൻഡ് ദ ഫോക്കൽ ലെങ്ത് എഫിൻ്റെ വാല്യൂ ഉണ്ട്. എത്ര മക്കളെ? 16 സെൻറ്റിമീറ്റർ. എല്ലാം സെൻറ്റിമീറ്ററിലാണ് അല്ലേ? ഫൈൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ മാഗ്നിഫൈഡ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് പൊസിഷൻ. നോക്ക്, ഫൈൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ മാഗ്നിഫൈഡ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വി ആണ്. ആ വികളുടെ ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചത്. അതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? എക്സ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കണം. സോ മാഗ്നിഫൈഡ് ഇമേജ് ഉണ്ട്, ഡിമിനിഷ്ഡ് ഇമേജ് ഉണ്ട്, അവയുടെ പൊസിഷൻ്റെ ഡിഫറൻസ് എത്ര മക്കളെ? അതാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്താണ്? എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4d ആണ്. സോ ഇവിടെ എഫിന് പകരം പറയാം 16 എന്ന് പറയാം. കാര്യം ഇവിടെ പോസിറ്റീവ് ആണോ? ഇത് പോസിറ്റീവ് ആണ്. കാര്യം എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്, പോസിറ്റീവ് ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഡി എത്ര മക്കളെ? 70 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡ് ബൈ 4 ഇൻറ്റു എത്രയാണ്? 70. സോ നമുക്കെല്ലാം ഇവിടെ കൊണ്ടുവരാം. 64 70 എത്ര കിട്ടും? 4480 അല്ലേ? 64 ഇൻറ്റു 7 4480. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 7t സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ 4480 വിച്ച് ഈസ് ഈക്വൽ ടു 4900 മൈനസ് എക്സ് സ്ക്വയർ. സോ ഇവിടെ കൊണ്ടുപോവാ എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 4900 മൈനസ് 4480. എത്ര കിട്ടും മക്കളെ? ഇവിടെ കിട്ടും 400, പിന്നെ 80 ആകുമ്പം 20, 420 അല്ലേ? 14. എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 420. ഓക്കെ, ശരിയാണ്. സോ എക്സ് വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും മക്കളെ? 400 ആണെങ്കിൽ 20 ആയേനെ, ശരിയല്ലയോ? അപ്പം 20യേക്കാളും കുറച്ചുകൂടെ വലുത് എത്രയാണ്? ഏകദേശം 20.5. 20യേക്കാളും കുറച്ചുകൂടെ വലുത് 20.5. മനസ്സിലായോ? ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേടാ മക്കളെ? സോ സിമ്പിൾ, കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായി ചെയ്ത് നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്തേ, സ്വന്തമായിട്ട് ചെയ്തേ, ക്വസ്റ്റ്യൻ വായിച്ച് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, അത് റിയൽ ഇമേജ് ഉണ്ടാക്കുന്നുണ്ട്. 4 സെൻറ്റിമീറ്റർ ലോങ് ഉണ്ടോ ഹൈറ്റ്? ഇമേജിൻ്റെ ഹൈറ്റ് എത്ര മക്കളെ? 4 സെൻറ്റിമീറ്റർ. A convex lens makes a real image 4 centimeter long on the screen. When the lens is shifted to a new position without disturbing the object. നോക്ക്, ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും എന്താണ് ഇതെന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡിലെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാകും. കാര്യം എന്താണ്? വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റർബ് ചെയ്യാതെ ആണെങ്കിൽ ലെൻസിൻ്റെ പുതിയ പൊസിഷനിലേക്ക് മാറ്റി. വി ഗെറ്റ് a real image on the screen which is 16 centimeter. നോക്ക്, അടുത്ത ഇമേജ് ആണ്. സോ ഇത് ഇമേജ് നമ്പർ 1, ഇത് ഇമേജ് നമ്പർ 2. എത്രയാണ്? 16 സെൻറ്റിമീറ്റർ ആണ്.
ദ ലെങ്ത് ഓഫ് ദ ഒബ്ജക്ട്, അങ്ങനെയെങ്കിൽ ഒബ്ജക്റ്റിന്റെ ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേടാ. ഇക്വേഷൻ എന്താണ്? HO which is equal to root of HI1 square plus, square ഇല്ല, HI1 into HI1 into HI2, ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് HI1 എത്ര മക്കളെ? 4 ഇൻറ്റു 16 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 64 വിച്ച് ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. സോ ആൻസർ എത്ര മക്കളെ? 8 സെൻറ്റിമീറ്റർ. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ് ചെയ്യണം, സ്വന്തമായി ചെയ്ത് നോക്കി. കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. If a convex lens form real image of an object such that distance between object and the image is 20 centimeter. എന്താ മക്കളെ തന്നേക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ്. ഒബ്ജക്റ്റും അതുപോലെ ഇമേജും തമ്മിലുള്ള അകലം എത്ര മക്കളെ? ഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ then what should be the maximum focal length of the lens required? നമുക്കറിയാം ഡി എന്ന് പറയുന്നത് വലുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം ആരെക്കാളും? 4Fനേക്കാളും. ശരിയാണോ മക്കളെ? അതായത് ആര് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഡീൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് നോക്ക് മക്കളെ, ഡീൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ വേണ്ട തിരിച്ചു പറയാം, കുറച്ചുകൂടെ മനസ്സിലാവും മക്കളെ. എഫിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ആരുടെ വാല്യൂയും കൂടണം? ഡീൻ്റെ വാല്യൂയും കൂടണം. പക്ഷേ ഡീൻ്റെ വാല്യൂ ഫിക്സ്ഡ് ആണ് അല്ലേ? നോക്ക്, എഫിൻ്റെ വാല്യൂ കൂടുതലാണ്. എഫിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ടേം കൂടും. അതിനേക്കാളും കൂടണം എപ്പോഴും ഡി. സോ എഫിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആരുടെ വാല്യൂയും കൂടിക്കൊണ്ടിരിക്കണം, ഡീൻ്റെ വാല്യൂയും കൂടിക്കൊണ്ടിരിക്കണം. ശരിയാണോ? സോ അങ്ങനെയെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഡീൻ്റെ വാല്യൂ ഒരു ഫിക്സ്ഡ് ആണ്. എത്രയാണ്? 20 ആണ്. അങ്ങനെയെങ്കിൽ എഫിന് കിട്ടാൻ കഴിയുന്ന മാക്സിമം വാല്യൂ എത്രയായിരിക്കും? ഡീൻ്റെ വാല്യൂ എത്ര മക്കളെ? 20 ആണ്. ഡീൻ്റെ വാല്യൂ ഡി വിച്ച് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ പറഞ്ഞേ മക്കളെ, 20 വിച്ച് ഈസ് ഈക്വൽ ടു 4F അല്ലേടാ. അങ്ങനെയെങ്കിൽ എഫിന് കിട്ടാൻ കഴിയുന്ന മാക്സിമം വാല്യൂ 20 ഡിവൈഡ് ബൈ 4 സെൻറ്റിമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. എഫിന് കിട്ടാൻ കഴിയുന്ന മാക്സിമം വാല്യൂ എത്ര മക്കളെ? 5 സെൻറ്റിമീറ്റർ ആണ്. സോ മാക്സിമം ഫോക്കൽ ലെങ്ത് എത്രയാണ് മക്കളെ? 5 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായോ? ശരി, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. സെയിം മോഡൽ, നമ്മൾ മുന്നേ ചെയ്ത സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യുക, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരുക. നോക്കൂ മക്കളെ, ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ്, ഫോക്കൽ ലെങ്ത് ഉണ്ട് മക്കളെ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് സ്ക്രീൻ എത്രയാണ്? ഡീൻ്റെ വാല്യൂ ഉണ്ട് മക്കളെ 50 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പൊസിഷൻ ഓഫ് ലെൻസ്. എന്താ കണ്ടുപിടിക്കേണ്ടേ? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് നമ്മളെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, ആൻസറിലേക്ക് എത്തിച്ചേരുക. ഇക്വേഷൻ എന്താ മക്കളെ? എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4D. എഫിൻ്റെ വാല്യൂ എത്രയാണ്? 10 വിച്ച് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ 50 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു 50. ശരിയാണോ? എത്ര കിട്ടും? 2000 which is equal to 2500 minus x square. ഇവിടെ കൊണ്ടുപോവാ x square which is equal to 500 എന്ന് കിട്ടും. x which is equal to root 500, അതായത് 110 പുറത്തെടുത്തു 5. ശരിയാണോ മക്കളെ? ആൻസർ എത്രയാണ്? അത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, മനസ്സിലായോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ, ഇതോടുകൂടിയാണെങ്കിൽ ഞാൻ ലെൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്താൻ പോവുകയാണ്.